ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള നല്ല അടിപൊളി കുറച്ച് ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കൂടെ തന്നെ ചെറിയ കിച്ചൺ ഉള്ളവർക്കൊക്കെ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കുറേ സൂത്രങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. ആദ്യത്തെ ടിപ്പ്, കുക്കിംഗ് കഴിഞ്ഞാൽ ഇതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ സ്റ്റൗ ടോപ്പിന് മുകളിൽ വീണ് ഉണങ്ങി കരിഞ്ഞൊക്കെ ഇരിക്കും. വൃത്തിയാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഇതുപോലൊരു സ്പഞ്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് തുടച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എത്ര ഉണങ്ങി പിടിച്ചിട്ടുള്ള കറിയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഗ്ലാസിൻ്റെ സ്റ്റൗ ടോപ്പ് ഉള്ളവർക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ പോറലൊന്നും വീഴില്ല കേട്ടോ. എണ്ണമെഴുക്കായാലും കറിയായാലും നിമിഷ നേരം കൊണ്ട് തുടച്ചെടുക്കുന്നത് പോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എത്ര വൃത്തിയായിട്ടാണ് നമ്മുടെ സ്റ്റൗ ടോപ്പ് കിട്ടിയത് നിങ്ങൾ തന്നെ നോക്കൂ. ചൂടുകാലമായാലും നമ്മൾ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഇതുപോലെ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം കഴിയുമ്പോഴേക്കും വല്ലാണ്ട് പുളിച്ച് പിന്നെ നമുക്ക് ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും ഉപയോഗിക്കാൻ പറ്റില്ല. നല്ലപോലെ മാവ് പുളിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ നമ്മുടെ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ സാധാരണ പോലെ ഇതിലേക്ക് ഉപ്പിട്ടിട്ട് നിങ്ങൾ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഒന്ന് റെഡിയാക്കി നോക്കും. ഒട്ടും തന്നെ പുളിപ്പ് ഇതിലുണ്ടാവില്ല. ഇതുപോലെയുള്ള ഒഴിഞ്ഞ ജ്യൂസിൻ്റെ ബോട്ടിലുകൾ നമ്മുടെ എല്ലാം വീട്ടിലുണ്ടാവും അല്ലേ? അതൊന്നെടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മുകൾ ഭാഗവും താഴ്ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. കുപ്പിയുടെ മുകൾ ഭാഗത്തു നിന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കഴുത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുപ്പിയുടെ അടിഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഇപ്പം നമ്മൾ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗം കൂടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. താഴ്ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 2 ഇഞ്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മക്കൾ സ്കൂളടച്ച് വീട്ടിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എപ്പോഴും അവർ ബാത്റൂമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ തുറക്കുന്ന സമയത്ത് വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാകാറുണ്ട്. കുട്ടികളായതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും ഉപയോഗിച്ചതിന് ശേഷം ഫ്ലഷ് ചെയ്യണമെന്നില്ല. അപ്പം ഇതുപോലെ നമ്മളൊരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിന് ചുറ്റും നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഒരു പപ്പടം കുത്തി ചൂടാക്കിയിട്ട് ആ ഒരു കുപ്പിയുടെ അടപ്പിലും സൈഡിലും ഒക്കെ നിറയെ ഹോൾസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ചെറിയ അടപ്പുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇതിപ്പം നമ്മൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ റീയൂസ് ചെയ്യാനൊരു ഐഡിയ ആയിട്ടാണ് കേട്ടോ ഞാനിതിപ്പം ചെയ്യുന്നത്. ഇതുപോലെ നിറയെ ഹോൾസുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു കുപ്പിക്കുള്ളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് പൊടിയുപ്പിനേക്കാളും എപ്പോഴും എനിക്ക് കല്ലുപ്പാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കുറേ കൂടുതൽ സമയം ആ ഒരു മണം നിൽക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏത് ഷാമ്പു ആണോ ഇഷ്ടമായിട്ടുള്ളത് അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഷാമ്പൂവിന് പകരമായിട്ട് റൂം ഫ്രഷ്നറിൻ്റെ സ്പ്രേ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ 2-3 ഗ്രാമ്പു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടച്ച് നിങ്ങൾ ബാത്റൂമിൽ വെച്ച് കൊടുക്കൂ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു റൂം ഫ്രഷ്നറിൻ്റെ സ്പ്രേ 2-3 ഡ്രോപ്പ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അടച്ച് നമ്മൾ ബാത്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ ബാത്റൂമിലേക്ക് കയറുമ്പോഴും നല്ല ഒരു മണമായിരിക്കും. 2 ആഴ്ച വരെയൊക്കെ ഈ ഒരു മണം ബാത്റൂമിനുള്ളിൽ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് മാറ്റിയിട്ട് വീണ്ടും സെറ്റ് ചെയ്താൽ മതി. പണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാത്റൂമിൽ ഉപ്പ് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കുമെന്ന്. അങ്ങനെ കേട്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു സവാള എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് 4 കട്ട് ചെയ്ത് അതിൻ്റെ എതളുകളൊക്കെ ഒന്ന് അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സവാള ഇതുപോലെ അടർത്തിയെടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെ പിന്നെ ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന സവാളയുടെ ഓരോ ഇതിലും കൊരുത്ത് ഒരു മാല പോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ചൂടുകാലമായാലും നമ്മുടെ ബെഡ്റൂമിലും കിച്ചണിലും പകല് പോലും പല്ലിയുടെയൊക്കെ ശല്യം ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പം ഭക്ഷണങ്ങളൊക്കെ എന്തെങ്കിലും ചൂടാക്കി വെച്ച് അടയ്ക്കാനായിട്ട് മറന്നു പോകുകയാണെങ്കിൽ പകൽ സമയം ആയാൽ പോലും ചിലപ്പം പല്ലിയൊക്കെ അതിലേക്ക് വീഴാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളിത് ഇതുപോലെ സവാള ഒരു മാല പോലെ കെട്ടിയിട്ട് നമ്മുടെ കിച്ചൺ ഡോറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈഡിലോ ഒക്കെ ഇട്ട് നോക്കൂ. പല്ലിയുടെ ശല്യം പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഉള്ളിയുടെയൊക്കെ രൂക്ഷഗന്ധം പല്ലിക്കും പാറ്റയ്ക്കും ഒന്നും അത്ര ഇഷ്ടമുള്ളതല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം മാറിക്കിട്ടും. ഒരു 2 ആഴ്ച വരെയൊക്കെ ഇതുപോലെ തന്നെ ഇരുന്നോളും കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് പുതിയത് വെച്ച് കൊടുത്താൽ മതി. ചിലരുടെയൊക്കെ കിച്ചൺ വളരെ ചെറുതായിരിക്കും. ഇതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് സ്റ്റാൻഡൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള കുറച്ച് സൂത്രങ്ങളാണ് കേട്ടോ ഇനി കാണിക്കുന്നത്. സ്പൂണൊക്കെ ഇതുപോലെ കഴുകി ഉണക്കിയെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെയൊക്കെ ബോട്ടിലുകൾ ഉണ്ടാവുമല്ലോ അതിനുള്ളിലേക്കിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയും. ഇങ്ങനെ ഇട്ട് വെക്കുമ്പം പാറ്റകളൊന്നും നക്കില്ല. അതുപോലെ തന്നെ അവിടെ ഇവിടെയായിട്ട് സ്പൂണൊക്കെ ഒന്നും ചെതറിക്കിടക്കത്തില്ല. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതിൽ നിന്നെടുത്ത് ഉപയോഗിക്കാം. ഭംഗിയായിട്ട് ഒതുക്കി ഒരിടത്ത് വെക്കാനും കഴിയും.
അടുത്തത് ഇതുപോലെയുള്ള സെറാമിക്കിൻ്റെ കപ്പുകളൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഷെൽഫില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു സൂത്രമാണ് കേട്ടോ. പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ അഴുക്കും കറിയൊക്കെ പിടിച്ചിട്ട് ഈ ഒരു വെള്ള കളറും മങ്ങിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കളയുന്ന ബോട്ടിലുകളുണ്ടല്ലോ, അതെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു സൈഡിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ സെറാമിക്കിൻ്റെ കപ്പുകൾ ബോട്ടിനുള്ളിലേക്ക് അടുക്കി വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു തിളക്കത്തോട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും. വളരെ കുറച്ച് സ്ഥലത്ത് കപ്പുകൾ ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമുക്ക് അടുക്കി വെക്കാനായിട്ട് കഴിയും. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. ഇതേ കണ്ടില്ലേ, എത്ര നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. 2-3 ബോട്ടിലൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ സെറാമിക്കിൻ്റെ ഗ്ലാസ്സുകളും നമുക്ക് ഈ ഒരു രീതിയിൽ അടുക്കി വെക്കാം. അടുത്ത ടിപ്പ്, നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് എടുത്ത് വെക്കാനായിട്ട് സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു ബക്കറ്റിനുള്ളിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക കടകളിലുമൊക്കെ നമുക്ക് ഇതുപോലുള്ള ബക്കറ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതിനുള്ളിലേക്ക് ഇതുപോലെ നമുക്ക് പാത്രങ്ങൾ അടുക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉപയോഗിക്കാത്തൊക്കെ പാത്രങ്ങളാണെങ്കിൽ ഇതുപോലെ നമുക്ക് ബക്കറ്റിനുള്ളിൽ അടുക്കി വെക്കാം. ഇനി ഉപയോഗിക്കുന്നതാണെങ്കിലും കഴുകിയിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് വെക്കാവുന്നതാണ് കേട്ടോ. വളരെ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഈ ഒരു രീതിയിൽ അടുക്കി വെക്കാവുന്നതാണ്. ഇനി ബക്കറ്റിൻ്റെ അടപ്പ് നമുക്ക് ഇതുപോലെ അടയ്ക്കുന്നതിന് പകരം തിരിച്ച് വെച്ചിട്ട് ഇതിന് മുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന കപ്പുകളും കഴുകി ഇതുപോലെ വെക്കാവുന്നതാണ്. ചെറിയ അടുക്കളയൊക്കെ ഉള്ളവർക്ക് ഈ കാണിച്ച ടിപ്പുകളൊക്കെ ഒരുപാട് ഉപകാരപ്രദമാവുന്നതാണ് കേട്ടോ. കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒരുപാട് പാത്രങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിച്ച ടിപ്പുകളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിന് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത്തരത്തിലുള്ള നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ. ഒപ്പം തന്നെ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.